ഈ വർഷത്തെ NH അൻവർ മീഡിയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സെക്രട്ടറി MG രാധാകൃഷ്ണൻ അർഹനായി. മെയ് 7-ന് എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന NH അൻവർ അനുസ്മരണ പരിപാടിയിൽ പ്രശസ്ത സാഹിത്യകാരൻ NS മാധവൻ പുരസ്കാരം സമർപ്പിക്കും. ഈ വർഷത്തെ NH അൻവർ മീഡിയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സെക്രട്ടറി MG രാധാകൃഷ്ണൻ അർഹനായി. 25,000 രൂപയും ശില്പവും ഫലകവുമാണ് പുരസ്കാരം. മെയ് 7-ന് എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന NH അൻവർ അനുസ്മരണ പരിപാടിയിൽ പ്രശസ്ത സാഹിത്യകാരൻ NS മാധവൻ പുരസ്കാരം സമ്മാനിക്കും. സാറ്റലൈറ്റ് ചാനൽ വിഭാഗത്തിൽ മികച്ച റിപ്പോർട്ടർക്കുള്ള പുരസ്കാരത്തിന് ഏഷ്യാനെറ്റിലെ റിപ്പോർട്ടർ ശ്രാവൺ കൃഷ്ണയെ തെരഞ്ഞെടുത്തു. മനുഷ്യനും പ്രകൃതിയും തമ്മിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ തയ്യാറാക്കിയ മരിച്ച മണ്ണ് എന്ന പരമ്പരയാണ് ശ്രാവൺ കൃഷ്ണയെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. 10,000 രൂപയും ശില്പവും ഫലകവുമാണ് പുരസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസിലെ ചീഫ് റിപ്പോർട്ടർ സുഹൈൽ അഹമ്മദ് തയ്യാറാക്കിയ കാട് മൂടിക്കുന്ന കൊന്ന എന്ന പരമ്പര പ്രത്യേക ജൂറി പരാമർശം നേടി. കേബിൾ TV വിഭാഗത്തിൽ മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം ദൃശ്യ ന്യൂസ് ചാനലിലെ ജോജു ജോസഫ് തയ്യാറാക്കിയ ജീവിതം നൂൽപാലത്തിലൂടെ എന്ന റിപ്പോർട്ടിനാണ്. മികച്ച ചിത്ര സംയോജനത്തിനുള്ള പുരസ്കാരം വയനാട് വിഷൻ ചാനലിലെ പ്രശോഭ് ജയകുമാറും നേടി. ഗന്ധകശാലയുടെ മണമുള്ള നാട്ടിലേക്ക് ഒരു യാത്ര എന്ന പരിപാടിയുടെ ചിത്ര സംയോജന മികവിനാണ് പുരസ്കാരം. മികച്ച ക്യാമറ പേഴ്സണിനുള്ള പുരസ്കാരം വയനാട് വിഷന്റെ ഷീലറ്റ് സിജോയും ഏറ്റുവാങ്ങും. ന്യൂസ് ഡെസ്ക്, കോഴിക്കോട് വിഷൻ.